नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനും കൂടാതെ ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 41 മുതൽ 60 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നതിനുമായി ഇവിടെ സന്നിഹിതയായിരിക്കുന്നത് ഹെർ ഗ്രേസ് ശ്രീ രാധാശക്തി ദേവിദാസി മാതാജിയാണ്. അതിനായി ക്ഷണിക്കുന്നതിന് മുൻപായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. 30 വർഷക്കാലം മാതാജിയും കുടുംബവും മസ്കറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് മാതാജി ജോലി ചെയ്തിരുന്നത്. മസ്കറ്റിൽ വെച്ചു തന്നെയാണ് മാതാജി ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നതും തുടർന്ന് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരുമഹാരാജിൽ നിന്നും ദീക്ഷ ലഭിക്കുന്നതും. മാതാജിയുടെ ഭർത്താവ് മസ്കറ്റിലെ കോളേജ് ഓഫ് ബാങ്കിങ്ങിലെ സീനിയർ ഇംഗ്ലീഷ് ലെക്ചറർ ആയിരുന്നു. അവിടെ മാതാജി ഭക്തിവൃക്ഷ ഭഗവത്ഗീത ക്ലാസുകൾ നടത്തുന്നുണ്ടായിരുന്നു. ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം മാതാജിയും കുടുംബവും സ്വദേശമായ കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. ഇവിടെയും മാതാജി ഭക്തിവൃക്ഷ ഭഗവത്ഗീത ക്ലാസുകളും യൂട്യൂബിലൂടെ നാരായണീയം ക്ലാസുകളും നടത്തുന്നുണ്ട്. മാതാജിയുടെ 2 പെൺമക്കളും വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡായി. ഹെർ ഗ്രേസ് ശ്രീ രാധാശക്തി ദേവിദാസി മാതാജിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൽ. ഹരേ കൃഷ്ണ. ആദ്യം ജപം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും എന്റെ സാദര പ്രണാമം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദ്യം 108 പ്രാവശ്യം ഒരു മാല നമുക്ക് ജപിക്കാം വേഗം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗീതാ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പഞ്ചതത്വ മന്ത്രം ചൊല്ലാം 3 പ്രാവശ്യം. എന്നിട്ട് നമുക്ക് ഇത് ചൊല്ലാം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഉറക്കനെ ചൊല്ലണേ. ചൊല്ലിത്തരാം. നിങ്ങൾക്ക് ഒപ്പം ചൊല്ലാമോ? അപ്പൊ ഇത്രയും കാലം ആയില്ലേ, അപ്പൊ എല്ലാവർക്കും ഇത് അറിയാലോ അല്ലെ, പഞ്ചതത്വ മന്ത്രം. അപ്പൊ എല്ലാവരും ചൊല്ലില്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഉറക്കനെ ചൊല്ലൂ കേട്ടോ എല്ലാരും. ഓക്കെ, ഒരുമിച്ച് ചെല്ലാം. ഓക്കെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ചൈതന്യ പ്രഭു ജയ ശ്രീ കൃഷ്ണ ചൈതന്യ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Hare Krishna, Krishna Hare Krishna Hare, Hare Hare, Hare Hare Rama, Rama, Hare Rama, Rama Rama Rama, Hare Hare Hare, Hare, Hare Krishna, Hare Krishna, Krishna Hare Krishna, Krishna Hare Krishna, Hare, Hare Hare, Hare Hare Rama, Rama, Hare Rama, Rama Rama, Hare Hare, Hare Hare Krishna, Krishna, Hare Hare Krishna, Krishna Krishna, Hare Rama Rama, Hare Rama Rama, Hare Rama Hare Hare, Hare Krishna, Krishna Krishna Hare Krishna, Krishna, Hare Hare, Hare Rama, Hare Hare Rama, Rama, Hare Rama Rama, Hare Rama Hare, Rama, Hare Hare Krishna, Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Hare Rama, Rama, Rama Rama, Hare Hare Hare, Hare, Hare Hare Krishna, Hare Krishna, Hare Krishna, Krishna, Krishna Krishna Krishna, Krishna, Hare Hare Hare, Hare, Hare Rama, Hare Hare Rama, Rama, Rama Hare Rama, Rama, Hare Hare, Hare Krishna, Hare Krishna Krishna, Hare Krishna Krishna, Hare Krishna Hare, Krishna Hare Hare Rama, Hare, Hare Rama, Hare Rama Rama, Hare 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 Krishna, Krishna, Hare Hare Krishna, Krishna, Hare Krishna Krishna, Krishna, Krishna Hare Hare, Krishna, Hare Hare Hare, Rama, Rama Rama, Hare Hare, Krishna Hare Hare Krishna, Krishna, Hare Krishna Krishna, Hare Krishna Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Hare Hare, Rama, Rama Hare Hare, Hare Hare Rama, Hare Krishna, Rama, Hare Rama Krishna, Rama, Krishna Hare Krishna, Hare Hare, Hare Hare Krishna, Rama, Hare Hare Krishna, Rama, Hare Krishna Rama Rama, Hare Rama, Hare 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 Hare, Rama, Hare Hare Rama, Krishna, Hare Krishna, Rama Krishna Rama, Krishna, Hare Hare Hare, Krishna, Hare, Hare Krishna, Hare Hare Rama, Krishna, Hare Hare Rama, Krishna, Hare Hare Hare, Rama, Hare Hare, Hare Rama, Hare Hare Krishna, Rama, Hare Rama Rama, Krishna, Hare Krishna Hare, Krishna, Hare Hare Krishna, Hare, Hare Hare Krishna, Rama, Hare Krishna Rama, Krishna, Hare Rama Hare, Rama, Hare Hare Rama, Hare, Hare Rama, Hare Rama Krishna, Rama, Hare Krishna, Hare Krishna Krishna, Krishna, Hare Hare Hare, Krishna, Hare Hare Rama, Hare, Hare Rama, Rama Hare Rama, Rama, Hare Hare Hare, Rama, Rama Hare Rama, Krishna, Hare Hare Hare, Krishna, Krishna Krishna, Hare Hare Krishna, Hare, Hare Hare Krishna, Rama, Hare Hare, Rama, Hare Rama, Hare Rama Krishna, Hare Rama, Hare Krishna, Hare, Krishna Hare Hare Krishna, Hare, Hare Rama, Hare Hare, Rama, Rama Hare Rama, Hare Rama, Hare Rama, Hare Rama Krishna, Rama, Hare Hare Krishna, Hare, Krishna Krishna Krishna, Hare Hare Krishna, Hare, Krishna Krishna, Hare Rama Hare, Rama, Hare Rama Rama, Hare Hare Rama, Rama Rama, Hare Hare Krishna, Hare, Hare Hare Krishna, Krishna, Krishna Hare Hare Krishna, Hare, Hare Hare Hare, Rama, Rama Hare Hare Rama, Hare Rama, Hare Rama Krishna, Rama, Hare Hare Krishna, Hare, Krishna Krishna Krishna, Hare Hare Krishna, Hare, Krishna Hare Hare, Hare Rama, Hare Rama Rama, Hare Hare Rama, Rama Rama, Hare Hare Krishna, Hare Hare, Krishna, Krishna Hare Krishna Krishna, Krishna, Krishna Hare Krishna Rama, Hare Hare Hare, Rama, Hare Rama, Hare Rama Rama, Hare Rama Rama, Hare Rama Rama, Hare Hare Hare, Krishna, Hare Hare Krishna, Krishna, Krishna Krishna Krishna, Hare Hare Hare, Hare 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 Krishna, Rama, Hare Rama, Rama Rama, Hare Hare Hare, Krishna, Krishna Hare Hare Krishna, Krishna, Krishna Krishna Krishna, Hare Hare Hare, Hare, Hare Rama, Hare Hare Rama, Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Hare Krishna, Krishna, Hare Krishna Krishna, Krishna, Krishna Hare Krishna, Hare, Hare Hare, Hare Rama, Hare Rama, Hare Rama, Hare Rama Rama, Hare Hare, Hare Krishna, Hare Hare Krishna, Krishna, Hare Krishna, Krishna Krishna Krishna, Krishna, Hare Hare Hare, Hare, Hare Rama, Hare Rama, Hare Rama Rama, Hare Hare, Hare Krishna, Krishna, Hare Hare Krishna, Krishna, Krishna Krishna Hare Krishna, Hare, Hare Hare, Hare Hare Rama, Rama, Hare Hare Rama, Rama, Rama Rama, Hare Hare Hare, Hare Krishna, Hare Hare Krishna, Hare Krishna, Krishna, Krishna Hare Krishna Hare, Krishna, Hare Hare, Hare Hare Rama, Rama, Hare Hare Rama, Rama Rama, Rama, Hare Hare Hare, Hare 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 Krishna, Krishna, Hare Hare Krishna, Krishna, Krishna Krishna Krishna, Krishna, Hare Hare Hare, Hare, Hare Rama, Hare Hare Rama, Rama, Rama Hare Rama, Hare Rama, Hare, Hare Hare Krishna, Krishna, Hare Hare Krishna, Krishna, Krishna Krishna Hare Krishna, Hare, Hare Hare Hare, Rama, Hare Hare Rama, Rama, Rama Rama, Rama, Hare Hare Hare, Hare, Hare Hare Krishna, Krishna, Hare Hare Krishna, Krishna, Krishna Krishna Hare Hare, Krishna, Hare Hare, Hare Hare Rama, Rama, Hare Hare Rama, Rama, Rama Rama, Hare Hare Hare, Hare, Hare Krishna, Hare Hare Krishna, Krishna, Hare Krishna Krishna, Krishna, Krishna Hare Hare Hare, Hare Hare, Rama, Rama, Hare Rama, 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 Hare Rama Hare, Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Krishna, Hare Hare, Hare Hare, Hare Rama, Hare Rama, Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna, Hare Krishna Hare, Krishna, Hare Hare Hare, Ram, Hare Ram, Ram, Hare Hare Krishna, Krishna, Hare Hare Krishna, Hare Hare Krishna, Ram, Hare Ram, Krishna, Hare Ram, Hare Ram, Hare, Hare Hare Krishna, Rama, Hare Hare Rama, Krishna, Rama Hare Rama, Krishna, Hare Krishna Hare, Hare Krishna, Hare Hare Krishna, Krishna, Hare Ram, Krishna, Krishna Hare Krishna, Hare Hare, Hare Rama, Hare Krishna, Rama, Rama Hare Rama, Ram, Hare Hare Hare, Ram, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Rama, Hare Rama Hare, Rama, Hare Hare Krishna, Hare Hare, Krishna, Hare Krishna Krishna, Krishna, Krishna Hare Hare Hare, Hare, Hare Rama, Rama Hare Hare Rama, Rama, Rama Rama, Hare Rama Hare,
Ram, Hare Hare Krishna, Hare, Hare Krishna, Krishna, Hare Krishna Krishna, 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 Hare Krishna, Hare, Hare Hare, Hare Hare Ram, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Hare Krishna, Krishna, Hare Krishna, 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 Hare Hare Hare, Hare, Hare Hare Ram, Ram, Hare Hare Ram, Ram Ram, Hare Hare Hare, Hare Hare Krishna, Krishna, Hare Hare Krishna, 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 Krishna Krishna, Hare Hare Hare, Hare, Hare Hare Ram, Ram, Ram Hare Ram. Ram, Ram Ram, Hare Hare Krishna, Hare, Hare Krishna, Hare Krishna Krishna, Hare Hare Hare, Krishna, Ram, Krishna, Hare Hare Ram, Hare, Ram Ram, Hare Ram, Hare Hare Ram, Krishna, Hare Ram Krishna, Ram, Hare Krishna Hare, Hare Hare Hare, Krishna, Hare Hare Ram, Krishna, Ram Ram Hare Ram. Hare, Hare Hare Ram, Krishna, Hare Hare Ram, Ram Krishna, Ram, Krishna Hare Hare Hare, Hare, Ram, Hare Hare Krishna, Hare Ram. Krishna, Krishna, Hare Hare Hare, Krishna, Ram, Hare Hare Krishna, Ram, Krishna Hare Hare, Ram Hare Ram, Hare Hare. Hare, Krishna, Hare Krishna, 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 Hare Hare Hare, Krishna, Hare Krishna, Hare Krishna Ram, Hare Hare Hare, Ram, Hare Ram Ram, Ram, Hare Hare Hare. Hare, Krishna, Hare Krishna, Krishna, Hare Krishna, Krishna, Hare
Hare Hare Rama Hare Rama 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 Hare Hare Krishna Hare Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare Hare Krishna Hare Hare Rama Krishna Hare Krishna Rama Hare Rama Hare Rama Hare Hare Rama Hare Hare Rama Hare Rama Krishna Rama Krishna Krishna Hare 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 Rama 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 Krishna Rama Hare Hare Krishna Hare Krishna Krishna Hare Hare Krishna Krishna Hare 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 Rama Hare Hare Rama 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 Hare Rama Hare Rama Hare 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 Krishna 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 Hare Krishna Hare Hare Rama Hare 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 Rama 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 Hare Rama Hare Rama Hare 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 Krishna Hare Hare Krishna 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 Hare Hare Krishna Hare Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna അറിയെന്ന് Hare Krishna വിചാരിക്കുന്നു. Krishna നൂറ്റെട്ട് Hare പ്രാവശ്യം Hare അത് Hare ആവാത്തവര് Rama ഈ Hare Rama Rama ബാക്കി Rama Hare പിന്നെ Hare Krishna അത് ചെയ്യാട്ടോ, Krishna Hare കണ്ടിന്യൂ Hare ചെയ്യിക്കാം. Rama ഇത് Hare Rama തീർക്കാം. Rama Rama Hare Hare 108 പ്രാവശ്യം Hare Hare ഇല്ല, Krishna തീർക്കാത്തവരെ പിന്നെ വീട്ടിൽ Mandasya തീർത്തു Hare കേട്ടോ ബാക്കി. Rama അപ്പൊ നമുക്ക് Rama 3 പ്രാവശ്യം പഞ്ചതത്വ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാരും കൂടെ ചൊല്ലിക്കോളൂ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. Hare ശ്രീ കൃഷ്ണ Krishna ചൈതന്യ പ്രഭു Hare Rama ശ്രീ അദ്വൈത Rama ഗദാധര Hare Hare ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീത പ്രണാമം, നമസ്കാരം. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത 18-ാം അധ്യായമാണ്, മോക്ഷ സന്യാസ യോഗം. അപ്പൊ അതില് നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോണത് 41-ാമത്തെ ശ്ലോകം മുതൽ 60-ാമത്തെ ശ്ലോകം, 20 ശ്ലോകം, 41 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ എന്താണ് നമ്മൾ കണ്ടത്? ഭഗവാൻ പറഞ്ഞു കർമ്മം, കർത്താവ്, ജ്ഞാനം, ഇവ മൂന്നും എന്താണ്? 3 തരത്തിലുണ്ട്. സത്വ, രജ, തമോ ഗുണങ്ങള് 3 തരത്തിലാണ് ഇതുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ഭൂമിയിലോ ഉപരിലോകങ്ങളിലോ എവിടെയും തന്നെ പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തരായിട്ടുള്ളവർ ആരും തന്നെ ഇല്ല. എല്ലാവരും തന്നെ ഈ 3 ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും, ആരും ഇതിൽ നിന്ന് മോചിതരല്ല എന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത് 4 വർണ്ണങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പറഞ്ഞത്. ഏതൊക്കെയാ 4 വർണ്ണങ്ങള്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇവരെ തിരിച്ചറിയുന്നതും ഈ ത്രിഗുണങ്ങളെ ആധാരമാക്കിയിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ്. അവരുടെ സ്വഭാവ വിശേഷതകളിൽ മൂലമാണ് അവരെയും തിരിച്ചറിയുന്നത് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. 41-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഃ. ഹേ ശത്രുഞ്ജയനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവരെ എങ്ങനെ തിരിച്ചറിഞ്ഞ? ഇപ്പൊ 4 വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവര് 4 പേരെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അവരുടെ സ്വഭാവ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് എന്ന് പറയണം. ബ്രാഹ്മണര് പൂർണ്ണമായിട്ടും സത്വഗുണത്തിലുള്ളവരാണ്. ഓക്കെ. ക്ഷത്രിയനോ രജോ ഗുണപ്രധാനിയാണ്, അല്പം സത്വഗുണവും കൂടിയുണ്ട്. രജസ്സാണ് പ്രധാനം, സ്വല്പം സത്വഗുണവും കൂടിയുണ്ട്. വൈശ്യര് രജവും രജസ്സും തമസും കൂടി ചേർന്നതാണ് വൈശ്യര്. ശൂദ്രര് തമോ ഗുണപ്രധാനികളാണ്, അല്പം രജസ്സുമുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഗുണങ്ങൾക്ക് നിമിത്ത കാരണമായിട്ട് ഭവിക്കുന്നു. ഇവരുടെ ഓരോ സ്വഭാവങ്ങൾ. ഓക്കെ. അപ്പൊ ഒരാളുടെ പ്രവൃത്തി, അയാളുടെ ജ്ഞാനം, അറിവ്, ധൃതി, പിന്നെന്താ സന്തോഷം, ആഹ്ലാദം എല്ലാം തന്നെ ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മം എല്ലാം തന്നെ ഇതൊക്കെ ആണ് ഒരുവന്റെ വർണ്ണത്തെ
നിർണയിക്കുന്നത്. 4-ാം അധ്യായത്തില് ഭഗവാൻ 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്താ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന്. അല്ലെ? എന്താണ്? ഈ 4 വർണ്ണങ്ങള് ഭഗവാനാണ് സൃഷ്ടിച്ചത്. എന്തിന്? ഓരോരുത്തരുടെ ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് സൃഷ്ടിച്ചു. എന്തിന്? ഈ സമൂഹത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ നല്ല നടത്തിപ്പിനായിട്ട് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ 4 വർണ്ണങ്ങള് സൃഷ്ടിച്ചത്. ബ്രാഹ്മണരുണ്ടായത് എവിടെ നിന്നാണ്? ഭഗവാന്റെ ശിരസിൽ നിന്നും, മുഖത്തിൽ നിന്നുമാണ് ഉണ്ടായത്. ഓക്കെ, മുഖത്തിൽ നിന്നും ബ്രാഹ്മണരുണ്ടായി. മുഖം എന്താ? തല എന്താ കാണിക്കുന്നത്? ചിന്ത, അറിവ്, സംസാരം, ഇതിനെപ്പറ്റി അല്ലെ? നമുക്കൊന്നും ചിന്തിക്കാണ്ട്, നമുക്കൊന്നും ചെയ്യാണ്ട്, നമുക്ക് പറയാണ്ട് ചെയ്യാൻ പറ്റുമോ? അവര് ബ്രാഹ്മണർ ഇന്നത്തെ IAS ഓഫീസേഴ്സ് ഒക്കെ മന്ത്രിമാരെ ഉപദേശിക്കുന്ന മാതിരി അവർ അന്നത്തെ കാലത്തെ ഉപദേഷ്ടാക്കളായിരുന്നു. അപ്പൊ തല കൊണ്ട് ചിന്തിച്ച് നല്ല രീതിയിൽ കൂടി ഇതായിട്ട് അവര് മുഖത്തിൽ നിന്നുമാണ്, ഭഗവാന്റെ മുഖത്തിൽ നിന്നുമാണ് ബ്രാഹ്മണരുണ്ടായത്. ക്ഷത്രിയരുണ്ടായത് ഭഗവാന്റെ കൈകളിൽ നിന്നും. കൈകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രവൃത്തി അല്ലെങ്കിൽ സംരക്ഷണം, അല്ലെ? ക്ഷത്രിയരുടെ ജോലി എന്താണ്? അവര് സംരക്ഷിക്കുക, സമൂഹത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കലാണ് പ്രവൃത്തി. അതാണ് അവരുടെ തൊഴിൽ, അതാണ് അവരുടെ ധർമ്മം. അപ്പൊ ഭഗവാന്റെ കരങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ആര്? ക്ഷത്രിയര്. മറ്റേ വൈശ്യര് ഭഗവാന്റെ വയറിൽ നിന്നും, തുടകളിൽ നിന്നും, ഈ താഴെ ഭാഗങ്ങളിൽ നിന്നുമാണ് ഉണ്ടായത്. അവരെന്താണ്? അവര് ഗോരക്ഷ, കൃഷി, എന്താണ്, വ്യവസായം, ഇതൊക്കെ ചെയ്യുന്ന ആണ് അവരുടെ ധർമ്മം. അവരുടെ എന്താണ്? കാരണം ഇതൊക്കെ നമുക്ക് വയറൊന്നറിയാണ്ട്, ഭക്ഷണം കഴിക്കാണ്ട്, ഇതെല്ലാം ചെയ്യാണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ലേ? അപ്പൊ അതിനുള്ള വ്യവസായികളായിരുന്നു ആര്? ഈ വൈശ്യര്. പിന്നെ ശൂദ്രര് ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ശൂദ്രര്. അവരുടെ തൊഴിൽ എന്താണ്? ഈ 3 വർണ്ണക്കാരെയും, മുകൾ ബ്രാഹ്മണരെയും, ക്ഷത്രിയെയും, വൈശ്യരെയും സേവിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം, അവരുടെ കർമ്മം, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആരും നല്ലതെന്നോ ചീത്താന്നോ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചാലേ ലോകം നന്നായിട്ട് നടക്കും, സമൂഹം നന്നായിട്ട് നടക്കുള്ളൂ, അല്ലെ? അപ്പൊ പിന്നീടാണ് ഇതിന്റെയൊക്കെ വ്യത്യസ്തങ്ങളൊക്കെ, ആ ഉച്ചനീചത്വങ്ങളൊക്കെ പിന്നീട് എപ്പോഴും ആണ് നുഴഞ്ഞു കയറിയത് സമൂഹത്തില്. അപ്പൊ ഇനി വാസനകൾ അനുസരിച്ച് കർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ കർമ്മങ്ങള്? അതാണ് ഭഗവാൻ ഇനിയുള്ളതിൽ പറയണത്. നമുക്ക് 42 വായിക്കാം. ശമോ ദമസ്തമശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവർത്തികളുടെ ഗുണവിശേഷങ്ങള്. ഇപ്പൊ എന്താണ് അവരുടെ? ശാന്തത, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, പിന്നെ വിജ്ഞാനം, ഇതൊക്കെയാണ് അവരുടെ ബ്രാഹ്മണരുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ അവരുടെ ഗുണങ്ങള്, അവരുടെ ഗുണവിശേഷങ്ങള്. സോറി എന്റെ ഇടയില് എന്താണ്? അപ്പൊ അവരുടെ സ്വഭാവജം എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവത്തിന്റെ പ്രഭ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ നിന്നും ജനിക്കുന്ന ഗുണങ്ങൾ, സ്വഭാവജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗുണങ്ങളാണ് എന്ത്? ഇത് ഈ പറഞ്ഞവ. ഓക്കെ, ഇനി നമുക്ക് 43 വായിക്കാം. 43 വായിക്കാം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തിയുടെ സ്വഭാവ ഗുണങ്ങള്. എന്തൊക്കെയാണ് അവരുടെ സ്വഭാവ ഗുണങ്ങള്? ശൗര്യം, തേജസ്, അല്ലെ? ഇതൊക്കെയാണ് മറ്റു ബ്രാഹ്മണരുടെ. ക്ഷമ, മൈൻഡ് കൺട്രോൾ. ക്ഷമ എന്താ? മനസ്സിന്റെ കൺട്രോള്. ദമ, ഇന്ദ്രിയങ്ങളുടെ കൺട്രോള്. ഇതൊക്കെയായിരുന്നു ബ്രാഹ്മണരുടെ. ഇവരുടെ എന്താണ്? ഇവരുടെ ഇതെന്താണ്?
ക്ഷത്രിയരുടെ യുദ്ധത്തില് ശത്രുവിന്റെ മുൻപിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ സാധിക്കും. അവർക്ക് ശൗര്യം വേണം, തേജസ് വേണം, ഓടാതെ അല്ലേ അവർക്ക്. അതാണ് അർജുനനോടും ഭഗവാൻ പറഞ്ഞത്, നിന്റെ കർത്തവ്യമാണിത്, അവരെ യുദ്ധം ചെയ്ത് അവനവന്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് രാജാക്കന്മാരല്ല, ഇന്ന് നമുക്ക് എന്താണ് ഇന്നത്തെ ഭരണാധികാരി രാഷ്ട്രീയക്കാര് അങ്ങനെയുള്ളവരൊന്നും അല്ല. അവരെന്താ ചെയ്യണേ? അങ്ങനെയുള്ള തേജസ്സും ഇതൊന്നുമല്ല. അവരെല്ലാവരും അവരവരുടെ ഈശ നിറയ്ക്കുക. എല്ലാവരും എന്നല്ല പറയണേ, കുറെ പേര്, ചിലർ നല്ല ആത്മാർത്ഥതയായിട്ടുള്ളവരും ഉണ്ട്, ഇതിനകത്തൊക്കെ പറയുന്ന പോലെ ഉള്ളവരും ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ പേരെയൊക്കെ എന്തല്ലേ AC റൂമിലിരുന്ന് കുറെ മദ്യപിച്ച് എന്നിട്ട് പാവപ്പെട്ടവരെ ബലിയാടുക, ചൂഷണം ചെയ്യുക, അവരെ ഇരയാക്കുക, രക്തസാക്ഷികളാക്കുക. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അവരെ രക്തസാക്ഷികളാക്കുക. ഇതായിരുന്നില്ല ക്ഷത്രിയൻ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നർത്ഥം അല്ലെ. കൊടുക്കേണ്ടവർക്ക് കൈയഴിച്ച് കൊടുക്കുകയും ചെയ്യും, വേണ്ടത് വേണ്ട സമയത്ത് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 44 വായിക്കാം. കൃഷി ഗോരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങൾ അത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലും ആകുന്നു. അപ്പൊ എന്താ വൈശ്യരുടേത്? ഗോരക്ഷ, കൃഷി, പശുക്കളെ അല്ലെ, പശുക്കളെ ആവശ്യമാണ് നമുക്ക് അല്ലെ. ഇന്നാണ് ഇപ്പൊ പശുക്കളെയൊക്കെ എല്ലാരും വെട്ടിക്കുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ചും. പുറത്തൊന്നും അത്ര അതുപോലെ ഇല്ല, പുറം സ്റ്റേറ്റ്സിൽ. കേരളത്തിലാണ് കൂടുതൽ. നമുക്ക് ഗോരക്ഷ വളരെ പ്രധാനമാണ്, പശുക്കള് ആവശ്യമാണ്. കൃഷി അല്ലെ, ഭക്ഷണം, ഇതിനൊക്കെ കൃഷി ആവശ്യമാണ്. വാണിജ്യം, ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. എന്തിനാ? ഇതിനൊക്കെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി. എന്താണ്? സാമ്പത്തിക വികസനം. അതാണ് വൈശ്യരുടെ തൊഴില്, വൈശ്യരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. നാടിന്റെ ഇതെല്ലാം നമുക്ക് വേണം, സാമ്പത്തിക വികസനം എന്നാണ്. ശൂദ്രരുടെയോ? അവർക്ക് മറ്റുള്ളവരുടെ ഈ 3 കൂട്ടരെയും ആരെങ്കിലുമൊക്കെ സേവിക്കാനും വേണ്ടേ, ജോലി ചെയ്യാനും വേണ്ടേ. ഇവരെയൊക്കെ സേവിക്കുക, ജോലി ചെയ്യുക, അവരുടെ ജോലികളിൽ സഹായിക്കുക എന്നുള്ളതാണ് ശൂദ്രരുടെ തൊഴിൽ. ശൂദ്രരെ നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ്? ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാണാൻ എത്രയോ ഋഷീശ്വരന്മാര്, എത്രയോ ആൾക്കാർ തപസ് ചെയ്ത് ഹിമാലയ സാനുക്കളിലൊക്കെ തപസ് ചെയ്യണു ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ ഒന്ന് കാണാൻ അല്ലേ. അത്ര ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. ആ തൃപ്പാദങ്ങളിൽ നിന്നാണ് ശൂദ്രരുണ്ടായത്. അപ്പൊ അവര് താഴ്ന്നവരെ, അവരില്ലാത്തവരെ, ഒരു കൊള്ളരുതാത്തവരെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ ഉണ്ടാക്കി എല്ലാവരും അത്യന്താപേക്ഷിതരാണ്, എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ആവശ്യമുണ്ട്. ഈ 4 കൂട്ടരും കൂടെ ഒരുപോലെ നന്നായിട്ട് സഹകരിച്ചു പോയാലേ നാടിനും ലോകത്തിനും അഭിവൃദ്ധിയും സമ്പത്തും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എപ്പോഴോ ഏതോ ഒരു കാലത്താണ് ഇതിനൊക്കെ ഭഗവാൻ അങ്ങനെ അന്ന് സൃഷ്ടിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴോ ആണ് ഇങ്ങനെയുള്ള ഈ ഉച്ചനീചത്വങ്ങളൊക്കെ സമൂഹത്തിൽ നുഴഞ്ഞ് കയറിയത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് ഈ വാസനകൾ ഇതിനകത്തൊക്കെ കിട്ടണേ? ഭഗവാൻ പറയണു മുജ്ജന്മ വാസനകളിലൂടെയാണ് നമുക്കിതെല്ലാം ഇങ്ങനെയുള്ള ഈ സ്വഭാവങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ ഓരോരുത്തർ ഗുണകർമ്മ വിഭാഗശാണ്. ആ മുജ്ജന്മ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരോ മാതിരി ഓരോ സ്വഭാവങ്ങൾ കിട്ടുന്നു. അതനുസരിച്ച് ഈ വർണ്ണങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ എല്ലാവരും ഭഗവാൻ പറയണത് എല്ലാവരും അവരവരുടെ തന്നെ ധർമ്മങ്ങൾ പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതം ആണ് എന്ന് പറയുന്നു. ഏത് ജോലിയാണെങ്കിലും ഓരോ വർണ്ണത്തിൽപ്പെട്ടവര് അവരവരുടെ കൃത്യങ്ങള് വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക. ഓക്കെ, 45 ഒന്ന് വായിക്കാം. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മ നിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. സ്വാഭാവികങ്ങളായിട്ടുള്ള പ്രവർത്തികൾ, സ്വഭാവജനങ്ങൾ ആയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അനുഷ്ഠിച്ചത് കൊണ്ട് നമുക്ക് മനുഷ്യന് പൂർണ്ണത നേടാം എന്ന് ഭഗവാൻ എടുക്കുന്നു. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം, അത് കേൾക്കൂ എന്ന് ഭഗവാൻ പറയാണ്. ഓക്കെ, 46-ാമത്തേല് പറയുന്നു, യദ പ്രവർത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിൽ എത്താം. അപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാനെ, ആ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ
തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് അവനവന്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരവർക്ക് പൂർണ്ണത നേടാം എന്ന് പറയണം അല്ലെ. നമ്മളെല്ലാവരും നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യുന്നു, ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ, അതെല്ലാം എന്താണ് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക. അപ്പൊ നോക്കൂ, കുടുംബനാഥൻ കുടുംബം നോക്കുന്നു അല്ലെ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്താ ചെയ്യണേ, എല്ലാവരും സേവിക്കുകയാണ്. സേവനം ചെയ്യുന്നത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് വേണം. സാമൂഹ്യ പ്രവർത്തകൻ എന്താ ചെയ്യുന്നത്, സമൂഹത്തെ സേവിക്കുന്നു. രാഷ്ട്രീയക്കാര് രാഷ്ട്രത്തെ സേവിക്കുന്നു എന്നൊക്കെയാണല്ലേ വൈപ്പ്. പിന്നെ ഡോക്ടർമാര് മറ്റേ ഡോക്ടർമാര് പേഷ്യൻസിനെ അല്ലെ, രോഗികളെ സേവിക്കുന്നു. എഞ്ചിനീയർമാര്, അങ്ങനെ എല്ലാവരും സേവന നിരതരാണ്, സേവനങ്ങള് അനുഷ്ഠിക്കുന്നു. ഓക്കെ. പക്ഷെ മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ആ ഒരു സംഗതി എന്താണ്, ഭഗവത് സേവനം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ചെയ്താലും മനുഷ്യൻ ഓരോരുത്തരും ഓരോ എല്ലാ സേവനത്തിലും എല്ലാവരും നിരതരാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്താലും മനുഷ്യന് തൃപ്തി ഉണ്ടോ, ആ ഒരു പൂർണ്ണത മനുഷ്യന് തോന്നുന്നുണ്ടോ, ആ ഒരു എന്താ പറയുന്നത് തൃപ്തി, പൂർണ്ണ തൃപ്തി മനുഷ്യന് കിട്ടുന്നുണ്ടോ? ശ്രീല പ്രഭുപാദര് പറയുന്ന മാതിരി ഒന്നുമില്ലെങ്കിലും വയസ്സാവുമ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ ധർമ്മം തന്നെ സേവനം എന്നുള്ളതാണ്, മനുഷ്യധർമ്മം എന്നുള്ളത്. അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ ശ്രീല പ്രഭുപാദര് പറയണു, വയസ്സായി കഴിയുമ്പോൾ ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു നായ എടുത്ത് വളർത്തും, അതിനെ സേവിക്കും, എന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുക, അതിനെ നടത്താൻ കൊടുക്കുക. ഈ സേവന കാരണം എന്താ, നമ്മുടെ സേവനമാണ് നമ്മുടെ ശരിയായിട്ടുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ സന്തോഷവും നമുക്ക് സമാധാനവും നമുക്ക് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം ഇല്ലാത്തത്? ശരിയായിട്ടുള്ള ദിശയിലേക്കല്ല നമ്മുടെ ഈ സേവനം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി പോകുന്നത് അല്ലെ. അത് ശരിയായിട്ടുള്ള ദിശയിലേക്ക് തിരിച്ചു വിടുമ്പോ നമുക്ക് പരിപൂർണത നേടാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും എന്താണ്, ഭഗവത് സേവനമായിട്ട് അത് ചെയ്യുക. അപ്പൊ നമുക്ക് പരിപൂർണത ലഭിക്കും. ഇന്നിപ്പോ എന്റെ കുടുംബം നോക്കണു അല്ലെ, ഞാൻ ചെയ്യോ ഇത്രയൊക്കെ ചെയ്തു, എന്ത് ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഭഗവാൻ എനിക്ക് എന്റെ കുട്ടികളെ നോക്കണു, എന്റെ ഭർത്താവിനെ നോക്കുന്നു, എന്റെ വീട് നോക്കുന്നു, ഇതൊക്കെ എനിക്ക് എത്രയോ പേരുടെ മക്കളില്ലാത്തവര്, അനാഥരായിട്ടുള്ളവര്, കുടുംബം ഇല്ലാത്തവരൊക്കെ ഇല്ലേ, വീടില്ലാത്തവർ, ഇതെല്ലാം ഭഗവാൻ എനിക്ക് തന്നില്ലേ. അപ്പൊ ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭഗവത് സേവനമായിട്ട് ആ ഭഗവാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ, പൂർണ്ണത ലഭിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. സർവ്വജീവികളുടെയും പ്രഭവസ്ഥാനവും സർവ്വവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണത നേടാം. അവനവന്റെ കർമ്മം ചെയ്യരുതെന്ന് പറയണില്ല. അർജുനോടും അതല്ലേ പറഞ്ഞേ, നിനക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, അത് നിന്റെ കർമ്മമാണ്, നീ ചെയ്തേ മതിയാവും, നിന്റെ ധർമ്മമാണ്, അത് നീ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ അത് ചെയ്തേ മതിയാവും. അല്ലാണ്ട് നമുക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് പാപമായിരിക്കും ഫലം. അപ്പൊ ചെയ്തേ മതിയാവും. ഓക്കെ, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നുമെല്ലാം മുക്തരാവാം എന്ന് പറയണം. 47 വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൽ സ്വനുഷ്ഠിതാൽ സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയണം അല്ലെ. അപ്പൊ ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം മനുഷ്യന്റെ എല്ലാ പ്രവർത്തികളും. ഓക്കെ. അപ്പൊ ഒരു ക്ഷത്രിയൻ ചിലപ്പോ, അതാണ് ഇപ്പൊ അർജുനോട് പറഞ്ഞത്, ക്ഷത്രിയൻ ചിലപ്പോ എന്ത് പറ്റി, ഹിംസിക്കേണ്ടതായിട്ട് വരും, അക്രമാസക്തനാകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നയതന്ത്രപരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മൂലം ചില നുണകൾ പറയേണ്ടതായിട്ട്, ചിലത് ഒളിച്ചു വെക്കേണ്ടതോ, അത് നുണാന്ന് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും ഒളിച്ചു വെക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി. അവനോന്റെ പ്രജകളെ, അവനോന്റെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ദൗത്യം, ധർമ്മം അല്ലെ. അപ്പൊ ആ നേരത്തെ അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റങ്ങൾ ഇതുപോലെയൊക്കെ വന്ന് ഹിംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുക്കളെ ഹിംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനവന്റെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അയ്യോ ഞാൻ ശത്രുക്കളെ ഞാൻ കൊല്ലില്ല ആരെയും, അതല്ലേ അർജുനൻ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മഹാപാപമാണ്, പാതകമാണ്. നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകും. അപ്പൊ ക്ഷത്രിയനെ സ്വധർമ്മം ഉപേക്ഷിച്ചിട്ട് ഈ മറ്റേ ബ്രാഹ്മണന്റെ ധർമ്മം ചെയ്തതുകൊണ്ട് പുണ്യം കിട്ടാൻ പോകുന്നില്ല, പാപമായിരിക്കും ഫലം. എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങളുണ്ട്, അവരവരുടെ ധർമ്മങ്ങളുണ്ട്, അത് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു ജഡ്ജി ഉദാഹരണത്തിന് കോടതിയിൽ തൂക്കിക്കൊല്ലാൻ ഒരാളെ വിധിക്കുന്നു, കള്ളനെ അല്ലെങ്കിൽ കൊലപാതകയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യണു ഒരു പേഷ്യന്റിനെ അല്ലെ, എന്തിനാ? ആ പേഷ്യന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അപകടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും. പക്ഷെ ഇന്നത്തെ കാലത്ത് പലരും എല്ലാവരും ഇന്നത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങി അത് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഇത്ര ചെയ്യാം, നേരിട്ട് അറിയാവുന്ന നമുക്ക് കാര്യങ്ങൾ അല്ലെ. അതെല്ലാം എന്താണ്?
ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന തൊഴിലുകള് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വേറൊരാളുടെ ജോലി ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് എൻ്റെ ഈ പണി എനിക്ക് പറ്റില്ല, ആ ജോലിയാണെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതാണ് അർജുനോടും പറഞ്ഞത്. നീ അവിടെ ഓടിപ്പോയി ഹിമാലയത്തിൽ ഓടിപ്പോയി ഒളിച്ചിരുന്നോണ്ടിട്ടൊന്നും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് കാര്യമില്ല, നല്ലത് വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ അതാണ് ഇവിടെ പറയണേ. ഇപ്പൊ നമ്മുടേത് ചിലപ്പോ കുറ്റമറ്റതായിരിക്കില്ല, ചിലപ്പോ ചെറിയ കുറ്റങ്ങൾ ഉണ്ടാവാം അതിനകത്ത്. പക്ഷെ അന്യന്റെ തൊഴിൽ ചെയ്യുന്നേക്കാളും എന്താണ് അവരവരുടെ കർമ്മം ചെയ്ത് പാപപ്രതികരണങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വല്ല. അപ്പൊ അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ ജോലി നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്താല് അതിനകത്ത് എന്തെങ്കിലും അറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പാപപ്രതികരണങ്ങൾ അനുഭവിക്കും. ഇപ്പൊ ജഡ്ജിയുടെ കാര്യം പറഞ്ഞ മാതിരി അല്ലെ, തൂക്കി കൊല്ലാൻ വിധിക്കുന്നു, അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരവരുടെ കർത്തവ്യങ്ങള് കൃത്യനിഷ്ഠയോടെ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി 48 വായിക്കാം. സഹജം കർമ്മ കൗന്തേയ സദോഷമഭിനത്യചേത് സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. ഹേ കൗന്തേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. ഇവിടെ ഒരു ഉദാഹരണത്തോടു കൂടിയാണ് പറഞ്ഞത്. പുക അഗ്നിയെ മാലിന്യമാക്കുന്നില്ല അല്ലെ. പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളതാണ് എന്ത്? അഗ്നി. അഗ്നി സാക്ഷിയായിട്ട് ഓരോ വിവാഹങ്ങൾ, ഓരോ നല്ല കർമ്മങ്ങൾ, ഓരോ പൂജകള് ഇല്ലേ, എല്ലാം നടക്കുന്നത് അഗ്നി സാക്ഷിയായിട്ടാണ്. അപ്പൊ അഗ്നി ഈ പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമേറിയതാണ് എന്ത്? അഗ്നി. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ കൃത്യങ്ങൾ പവിത്രമായിട്ട് എല്ലാത്തിനും മുമ്പില് പവിത്രമായിട്ട് എല്ലാത്തിനും സാക്ഷിയാണ് അഗ്നി അല്ലെ. അഗ്നി സാക്ഷിയായിട്ട് കൃത്യങ്ങൾ പവിത്രമായിട്ട് തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഭക്തിഭരിതമായിട്ടുള്ള സേവനത്തോടെ കർമ്മഫലങ്ങള് ശുദ്ധീകരിക്കപ്പെടുമെന്ന് ഭഗവാൻ പറയാണ്. ഭക്തിയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭക്തിയാകുന്ന ഭക്തിയുടെ സേവനത്തിൽ നമ്മുടെ കർമ്മങ്ങള് ചെയ്യുമ്പോൾ എന്താ പറ്റണേ? ആ ഭക്തിയാകുന്ന അഗ്നിയില് നമ്മുടെ സകല പാപപ്രതികരണങ്ങളും കർമ്മഫലങ്ങളും ഇല്ലാതെയാകുന്നു. അതിന്റെ റിയാക്ഷൻസ്, അതിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭക്തിയോടുകൂടി, ഭക്തിഭരിതമായിട്ട്, ഭക്തി നിർഭരമായിട്ടുള്ള സേവനത്തോടുകൂടി, ഭഗവത് ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും അറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലല്ലാത്തത് ഇല്ലേ പലതും ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ശുദ്ധീകരിക്കപ്പെടും. അത് ഒന്നും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്ന് ഭഗവാൻ പറയാൻ. ഓക്കെ, 49 വായിക്കാം. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹഃ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. എന്താണ്? ആത്മസംയമനം പാലിച്ച് ആ ബാലൻസ് തെറ്റാണ്ട് അല്ലെ, അനാസക്തനായിട്ട് ഒന്നിനോടും ഒരു ആസക്തി ഇല്ലാതെ ഭൗതികമായിട്ടുള്ള അതായത് ഭൗതിക സുഖങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ത്യാഗ പരിശീലനത്തിലൂടെ മനുഷ്യൻ തന്റെ സകല കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും എന്ന് പറയാണ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാണ്ട് വേണം നമ്മുടെ ജോലി ചെയ്യാൻ. ഭൗതിക സുഖ എല്ലാം അവഗണിച്ച് എന്ന് പറഞ്ഞാല് ഭൗതിക സുഖങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ്? ഏത് രീതിയിലും എനിക്ക് ഭൗതിക സുഖങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. അത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവസ്ഥയിലാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല അല്ലെ. നല്ലതും ചീത്തയും വന്നും പോയും കൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അപ്പൊ ഏതൊരവസ്ഥയിലും നമ്മൾ സമചിത്തത വിടാതെ ആത്മസംയമനത്തോടുകൂടി നമ്മള് പ്രവർത്തിച്ചാൽ എന്ത് പറ്റും? ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ സാധിക്കും അല്ലെ. എല്ലാ ത്യാഗത്തിലൂടെ ആണ് നമുക്ക് ഒരു നോ കോംപ്രമൈസ് ഒന്നിലും. എന്റെ ജോലി സത്യസന്ധമായിട്ട് എന്റെ ജോലി ചെയ്യുന്നതിൽ ഞാൻ യാതൊരു വിട്ടുവീഴ്ചയും വരില്ല. ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ചെയ്യാം. അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. എനിക്കൊരു ഉദാഹരണം, എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞങ്ങള്
മസ്കറ്റിലുള്ള കാലത്ത് അന്നത്തെ സുൽത്താൻ, അദ്ദേഹം ഇന്നിപ്പോ ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ രാത്രി കാലങ്ങളിൽ പല ഇട കാലങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ വേഷം മാറി വേഷപ്രച്ഛന്നായിട്ട് നടക്കും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോവും. അതായത് ഒരു നിരീക്ഷണത്തിന് ഒരു കാര്യമാണ് അത്. ഒരുപാട് അദ്ദേഹത്തെ സഹായിച്ചപ്പോൾ നാട്ടിൽ എന്താ നടക്കണേ എന്നുള്ളത്, സത്യസന്ധമായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആ സുൽത്താൻ. അപ്പൊ അദ്ദേഹം ആ നാട്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വേഷപ്രച്ഛന്നായിട്ടൊക്കെ രാത്രി കാലങ്ങളിൽ നടക്കുന്ന ഒരു പതിവ്, അദ്ദേഹത്തിന് ഇടയ്ക്കും തലയ്ക്കൊക്കെ നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ഓയിൽ കമ്പനിയിൽ ഇവിടെ ഒരു സ്ഥലത്ത് അദ്ദേഹം ചെന്നപ്പോൾ ഒരു വാച്ച്മാൻ, അവിടുത്തുകാരൻ, ഒരു അറബി അവിടെ നിൽക്കുക. അപ്പൊ ഇദ്ദേഹം സുൽത്താൻ പറഞ്ഞു, എനിക്കൊന്ന് അകത്ത് കയറണം. അപ്പൊ ആരും ഇവിടെ എന്തോ ഇത് നടന്നുകൊണ്ടിരിക്കുക, വലിയൊരു കമ്പനി, ഒരു എന്താണ്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, എന്തോ ഓയിൽ കമ്പനിയോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ആരെയും കടത്തി വിടാൻ പാടില്ല. അങ്ങനെയാണ് അതാണ് ഇയാളുടെ ഈ വാച്ച്മാന്റെ ഇൻസ്ട്രക്ഷൻ, കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അതാണ് അയാളുടെ തൊഴിലും. ആ രാത്രി കാലങ്ങളിൽ ആരെയും, നമുക്ക് അറിയില്ല എന്തൊക്കെയാ സംഭവിക്കാന്ന്, ആരെയും കടത്തി വിടരുത് എന്നുള്ളതാണ്. അപ്പൊ സുൽത്താൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അകത്ത് കയറണം, ഞാനിങ്ങനെ ഇതിന്റെ മുതലാളിയുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ കയറ്റി വിടില്ല. പറഞ്ഞു എനിക്ക് പോയേ മതിയാവും, കണ്ടേ മതിയാവും. സുൽത്താൻ വാശി പിടിച്ചു. അപ്പൊ വാച്ച്മാൻ പറഞ്ഞു, പറ്റില്ല, അങ്ങ് ഇവിടുത്തെ സുൽത്താൻ. അപ്പൊ ഈ വാച്ച്മാൻ ഇതാരാന്നൊന്നും മനസ്സിലായില്ല. വാച്ച്മാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ സുൽത്താൻ ആണെന്നും പറഞ്ഞാൽ പോലും, നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ ഇവിടുത്തെ സുൽത്താൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങളെ കയറ്റി വിടില്ല അകത്തേക്ക്. ഇതാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണം, അതിനാണ് എന്നയാൾ. ഒരു മിനിറ്റ്, എന്നെ ഇവിടെ നിർത്തിയേക്കണം, അതിനാണ്, ഞാൻ നിങ്ങളെ കയറ്റി വിടില്ല എന്ന്. ഞാൻ സുൽത്താൻ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഈ വാച്ച്മാന് ഒരു വലിയൊരു ഉപഹാരം, ഒരു സമ്മാനമാണ് വന്നത്. രാജാവിന് അത് കണ്ടപ്പോ സുൽത്താൻ ഭയങ്കര സന്തോഷം. കാരണം അത്രയും കൃത്യനിഷ്ഠതയോടെ, ആരാണെങ്കിലും നിങ്ങൾ ആ അങ്ങനെ സുൽത്താനൊന്നും അറിഞ്ഞിട്ടല്ല, സുൽത്താനാന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റി വിടില്ല. കാരണം എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ അതാണ് എന്റെ തൊഴിൽ, അതാണ് എന്റെ ജോലി, അതിനാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണേ, അത് ഞാൻ സത്യസന്ധമായിട്ട് പാലിക്കും എന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഈ രാജാവ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോ അതാണ് നമ്മുടെ ജോലി. ഒന്നിലും കോംപ്രമൈസ് ഇല്ല, സത്യസന്ധമായിട്ട്. പക്ഷെ ഇന്നിപ്പോ എന്താ, പലരും പല കോഴയും വാങ്ങി പലതും ഒക്കെ ചെയ്യുന്നുണ്ട്, അത് കാര്യം വേറെ. അപ്പൊ നമ്മൾ കർത്തവ്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോംപ്രമൈസും ഇല്ലാതെ, നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സത്യസന്ധമായിട്ട് നമ്മുടെ ജോലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരമമായിട്ടുള്ള മോചനം നേടാൻ, പാപപ്രതികരണങ്ങളിൽ നിന്നും എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ, അതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ നമുക്ക് കഴിയും എന്ന് ഇവിടെ പറയാണ്. ഓക്കെ, എന്ന് ഭഗവാൻ പറയാണ്. 50 വായിക്കാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ഹേ കുന്തിപുത്ര, ഈ നിലയിൽ എത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തികോന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെപ്പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. എന്നിൽ നിന്നും അത് അറിയുക. അപ്പോ സ്വധർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പരമപദത്തിന് അർഹൻ ആവാമെന്ന് കൃഷ്ണൻ ഇവിടെ പറയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സിദ്ധി, പൂർണ്ണത എങ്ങനെ നേടാൻ സാധിക്കും എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സ്വധർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അത് ഭഗവത് ദർപ്പണമായി ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് എങ്ങനെ പരമപദത്തിന് അർഹൻ ആകാം എന്ന് ഇവിടെ കൃഷ്ണൻ അർജുനന് ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ ചെയ്തതുകൊണ്ട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയാം. ഇനി 51, 52, 53 വായിക്കാട്ടോ. മൂന്നും കൂടെ വരയ്ക്കാം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ 51. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാന്തീൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷോ വ്യുദസ്യ ച. 52. വിവിക്തസേവീ ലഘ്വാശി യഥവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. 53. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ട്രാൻസ്ലേഷൻ: തന്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട്
സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജന സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നെ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്നയാൾ വിരക്തനായും മിഥ്യാഹങ്കാരം, ബലത്തെക്കുറിച്ചുള്ള മതം, മിഥ്യാഭിമാനം, കാമം, ക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിലെ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് തെറ്റായ അധീശത്വ ബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു എന്ന് പറയണം. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ബുദ്ധ്യാവിശുദ്ധയായുക്തോ, എന്താണ് ബുദ്ധി കൊണ്ട് എന്താണ് സാത്വിക ബുദ്ധിയോടുകൂടി എന്താണ് മായാരഹിതനായിട്ട്. മായ നമ്മളെ ഇങ്ങനെ പിഴിഞ്ഞോണ്ട് ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ എന്താ പറയാ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ, ഏത് നേരവും നമ്മളെ. അപ്പൊ ശരീരത്തിന് വേണ്ടുന്നതൊഴിച്ച് സുഖാർത്ഥമായിട്ടുള്ള മറ്റു വിഷയങ്ങളെ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പാടില്ല എന്നല്ല, അതും ഇതും രണ്ടും നമുക്ക് ഒരുപോലെ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ജീവിക്കുന്ന ആള് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ എല്ലാം നമുക്ക് ഒരുപോലെയാണ്. എങ്ങനെയാ നമുക്കത് സാധിക്കാം? നമ്മൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നാമം ജപിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴും എന്താ പറ്റുക? ഇന്ദ്രിയങ്ങൾ എന്താ മനസ്സിന്റെ താളാത്മകതയെ തെറ്റിക്കും. അത് ഇങ്ങനെ വലിച്ചും കൊണ്ട് പോകും. ഇന്ദ്രിയങ്ങളുടെ ജോലി അതാണല്ലോ, ഈ 5 ഇന്ദ്രിയങ്ങൾ 5 വശത്തേക്ക് ഇങ്ങനെ വലിച്ചും കൊണ്ട് പോകും മനസ്സിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അല്പനേരം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നാമജപം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇതെങ്ങനെയാ തുടങ്ങുന്നത്? നാമജപം വെച്ച് നമ്മുടെ ഭക്തിയുത സേവനം ആരംഭിക്കുന്നത്. അത് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടു പഠിച്ചു. എന്താണ് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്? ഹരേ കൃഷ്ണ മഹാമന്ത്രം, കലിയുഗ മന്ത്രമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ചു നേരമെങ്കിലും നമ്മൾ ഈ മനസ്സിന്റെ ബാലൻസ് അല്ലെങ്കിൽ അതിന്റെ താളാത്മകത നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഇരിക്കുക. അപ്പോഴും നമ്മളെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ വന്ന് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സ് നമ്മളെ വഴി തെറ്റിച്ചും കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ എന്താ പറ്റുക? ഡെയിലി പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്യാം. മനസ്സുറപ്പിച്ച് ഇന്ദ്രിയങ്ങളെ അല്പനേരത്തേക്ക് അവഗണിക്കുക. മനസ്സ് എന്ത് പറഞ്ഞാലും അത് കേൾക്കാണ്ടിരിക്കുക, ഇന്ദ്രിയങ്ങളെ അവഗണിക്കുക. കുറച്ചു നേരം കൂട്ടി അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇന്ദ്രിയങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് അതിന്റെ ആക്രമണം നമുക്ക് കുറഞ്ഞ് ഇല്ലാതെ വരും. അങ്ങനെ നമ്മുടെ വാസനകള് ദുർബലപ്പെടും, ക്ഷയിക്കും. ആദ്യം നമ്മൾ ഇതിനെല്ലാം അടങ്ങിക്കൊടുത്താൽ എന്താ പറ്റുക? നമ്മളും അതിന്റെ പുറകെ തന്നെ പോവും. അപ്പൊ പതുക്കെ നമ്മള് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വിവിക്ത സേവി ലഘ്വാസി. എന്താണ് വിവിക്ത സേവി? ഏകാന്തവാസം. കാട്ടിൽ പോയി ജീവിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താണ്? ഏതൊരു അന്തരീക്ഷത്തിലും, ഏത് ചന്തയുടെ നടുവിലും, ഏത് ബഹളത്തിന്റെ നടുവിലും നമുക്ക് മനസ്സിന്റെ ശാന്തി, നമുക്ക് ഏതൊരു ഒച്ചപ്പാടിലും മനസ്സിന്റെ ശാന്ത നമുക്ക് നമ്മളെ മനസ്സിന്റെ ശാന്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഈ ബഹളവും ഈ ഒച്ചപ്പാടും ഒന്നും എന്നെ പ്രക്ഷുബ്ധമാക്കുന്നില്ല. നമ്മൾ എന്നും നമ്മുടെ ശാന്തത കൈവെടിയുന്നില്ല. ഏതൊരു അവസ്ഥയിലാണെങ്കിലും ശരി, നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, ഏതാണെങ്കിലും എങ്ങനത്തെ അവസ്ഥയാണെങ്കിലും ശരി, നമുക്ക് എല്ലാം ഒരുപോലെ നമുക്ക് കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ലഘ്വാശി, അല്പഭക്ഷണം, മിതഭക്ഷണം. വിവിക്തസേ ലഘ്വാശി എന്താണ്? മിതത്വം, മിതഭക്ഷണം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ഇഷ്ടമുള്ളത് നിങ്ങൾ കണ്ട അസലായിട്ട് നമ്മൾ കഴിച്ചു. കുറേ കഴിച്ചു, എനിക്ക് വയ്യ, വയറൊട്ടും വയ്യ, പിന്നെ നമുക്ക് ക്ഷീണമായി. ഇഷ്ടമില്ലാത്ത സാധനം ചിലപ്പോൾ ഞാൻ കഴിച്ചില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. എല്ലാത്തിനും അതുമാതിരി വർത്തമാനം, എല്ലാത്തിനും നമുക്ക് ഒന്നുമില്ലെങ്കിൽ കൂടുതലും കുറവ്. ആ മിതത്വം എപ്പോഴും പാലിക്കണം എന്ന്. ഭക്ഷണമാവട്ടെ, നമ്മുടെ സംസാരമാവട്ടെ, നമ്മുടെ ഏതൊരു പ്രവൃത്തിയാവട്ടെ, മിതത്വം എപ്പോഴും പാലിക്കുക. എല്ലാത്തിലും മിതത്വം പാലിക്കണം ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ട്. യഥവാക്കായ മാനസ. വാക് കായ മാനസ. വാക്കും ശരീരവും നിയന്ത്രിച്ചാലേ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആവുള്ളൂ. വാക്ക് എങ്ങനെ സംസാരിക്കണം? നാക്ക് വെച്ച്. നാക്കിന്റെ 2 പ്രവൃത്തികളാണ് നാക്കിനുള്ളത്. എന്താ? ഏറ്റവും ശക്തിയേറിയ ഇന്ദ്രിയമാണ് നാക്ക്. ഒന്ന് ഭക്ഷണം രുചിക്കുക, ഒന്ന് സംസാരിക്കുക. നമ്മൾ ഏതും രുചിക്കും, ഏതും വായിലിട്ട് കഴിക്കും, ഏതും പറയാനും മടിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അല്ലെ? വേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ അവർക്ക് വിഷമായോ, അയ്യോ അങ്ങനെ പറയേണ്ടി.
ഇതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം. ഞാനും നിങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യും. അപ്പൊ മനസ്സും വാക്കും മനസ്സും വാക്കും പ്രവൃത്തിയും ശരീരവും നമ്മൾ നിയന്ത്രിച്ചാലേ നമുക്ക് മനസ്സിനെ വാക്കും ശരീരവും നമുക്ക് നിയന്ത്രിച്ചാലേ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനാവും. ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നിടത്തോളം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആവുകയില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഇന്ദ്രിയങ്ങൾ പലയിടത്തേക്കും നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും, നമ്മളും അതിന്റെയൊക്കെ പുറകെ പോകും. അപ്പൊ നമുക്ക് ഒരു കാലത്ത് ശാന്തി കിട്ടാൻ പോകില്ല. അഹങ്കാരം ബലം ദർപ്പം. അഹങ്കാരം എന്താണ്? ഞാനാണ് എല്ലാം ചെയ്യണത്, ഞാൻ എന്നുള്ള ഭാവം അല്ലെ. ഞാൻ ചെയ്തു, ഞാൻ ആരാ? ഭഗവാന്റെ കയ്യിലൊരു ഭഗവാൻ പറയുന്നില്ലേ ഒരിടത്ത്, നിമിത്ത മാത്രം ഭവസവ്യസാചി എന്ന് ഭഗവാൻ പറയുന്നില്ലേ. 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. നമ്മൾ ആരാ? ഭഗവാന്റെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. എന്ത് സംഭവിക്കുന്നത് ഭഗവാന്റെ നിയോഗം അനുസരിച്ച് സംഭവിക്കുള്ളൂ. നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു കഥ, സമയമുണ്ടോ അറിയില്ല, എന്നാലും പെട്ടെന്ന് പറയാം. ഒരു കുഞ്ഞു കഥ ഗരുഡപുരാണത്തിൽ കേട്ട ഒരു കുഞ്ഞു കഥ ഉണ്ട്. ഒരു കുഞ്ഞി പക്ഷിയുടെ കഥ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കേട്ടവർക്ക് ഒന്നും കൂടെ കേൾക്കാം, കേൾക്കാത്തവർക്ക് പുതുതായിട്ട് കേൾക്കാം. ഒരു കുഞ്ഞി പക്ഷി ഒരിക്കൽ കൈലാസത്തില് ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ട് ആടിക്കൊണ്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴി മഹാവിഷ്ണു വരുന്നത് ഗരുഡാരൂഢനായിട്ട്. മഹാവിഷ്ണു അങ്ങനെ ഗരുഡൻ അവിടെ ഭഗവാനെ ഇറക്കിയിട്ട് ഇവിടെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഗരുഡൻ. അപ്പൊ മഹാവിഷ്ണു കൈലാസത്തില് ശിവന് ആയിട്ടുള്ള മീറ്റിങ്ങിൽ പോയേക്കാം. ആ സമയത്ത് യമൻ വരും. യമൻ വന്നത് പോത്തിന്റെ പുറത്ത്. യമൻ ഇങ്ങനെ വന്നു. പിന്നെയും അവിടെ മീറ്റിംഗ് നടക്കുക. യമൻ വരുമ്പോ എന്താണ് കാണുന്നത്? അപ്പൊ ഈ കുഞ്ഞു പക്ഷി മരത്തിലിരുന്ന് പാടണം. യമൻ ഒന്ന് നോക്കും, ഒരു നെറ്റി ചൊളിച്ചും കൊണ്ട് ഒരു നോട്ടം നോക്കും. അപ്പോഴേക്ക് ഈ പക്ഷി അങ്ങോട്ട് പിടിക്കും. ആരാ? യമനാണ്. നോക്കിയ നോട്ടം കഴിഞ്ഞു. അതോടുകൂടി കഥ. അങ്ങനെ യമൻ അകത്തേക്ക് പോകും. കുഞ്ഞി പക്ഷി ലോളിക്കാൻ തുടങ്ങും. തന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട്. മൂത്തേട്ടൻ, വലിയേട്ടൻ ആരാ? ഗരുഡൻ, വലിയ പക്ഷിയല്ലേ. എന്നെ ഇങ്ങനെ നോട്ടോട്ട് പോയിട്ടുണ്ട്, വന്ന് എന്റെ കഥ കഴിഞ്ഞു എന്ന്. അപ്പൊ ഗരുഡൻ പറയും, നീ പേടിക്കണ്ട, നിന്നെ ആരും കാണാത്തൊരു സ്ഥലത്ത് ഞാൻ എത്തിക്കും, യമൻ പോലും വരില്ല എന്നും നീ കയറിയിരുന്നു എന്റെ പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞി പക്ഷിയെ ഗരുഡൻ തന്റെ പുറത്ത് കയറ്റിയിരുത്തുകൊണ്ട് കൊണ്ടുപോയി പ്രപഞ്ചത്തിന്റെ മറ്റേ അറ്റത്ത്, അങ്ങേ അറ്റത്ത്, വൈകുന്നേരം വരെ പറക്കും അന്നത്തെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തും. നീ ഒന്നും പേടിക്കണ്ട, പതുക്കെ ആ മരത്തിന്റെ മുകളിൽ ഇരുത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് ഗരുഡൻ വരും. അങ്ങനെ ഇവിടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് യമദേവൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോത്തിന്റെ അടുത്ത് വരുമ്പോൾ തിരിച്ച് ഈ പക്ഷിയെ നോക്കും. പക്ഷിയെ കാണാനില്ല. അപ്പൊ ഇത് എവിടെ പോയാവോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഗരുഡൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ അവനെ ഇവിടെ നിന്ന് മാറ്റി. അങ്ങയുടെ നോട്ടം കണ്ടപ്പോ ആ പക്ഷി, പാവം കുട്ടി കുഞ്ഞി പക്ഷി പേടിച്ചു പോയി. അപ്പൊ ഞാൻ അവനെ ഇവിടെ നിന്ന് മാറ്റി, ഞാൻ ഇന്ന സ്ഥലത്ത്, പ്രപഞ്ചത്തിന്റെ മറ്റേ അറ്റത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഞാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനി അവനെ അത്രയും ദൂരത്തെ കൊണ്ട് ഇരുത്തി എന്ന്. യമൻ ഒരു പൊട്ടിച്ചിരിക്കും. അപ്പൊ യമൻ പറയാ, ഞാൻ നെറ്റി ചുളിച്ചത് എന്തിനാന്നറിയോ അവനെ കണ്ടിട്ട്? ഇവന്റെ അന്ത്യം ഈ പ്രപഞ്ചത്തിന്റെ ഇവിടെ അല്ല, പ്രപഞ്ചത്തിന്റെ മറ്റേ അറ്റത്ത് നീ കൊണ്ടുപോയിരുത്തിയ ആ മരത്തിന്റെ മുകളിൽ ഒരു സർപ്പം അതിനെ വിഴുങ്ങി, പാമ്പ് അതിനെ വിഴുങ്ങിയിട്ടാണ് അത് അവസാനിക്കാൻ പോണ ഈ നേരത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഭഗവാന് തെറ്റുപറ്റിയോ? എങ്ങനെ ഇവിടെ ഇരുന്ന് ഈ പക്ഷി ദിവസം മുഴുവൻ, ജീവിതം മുഴുവൻ പറഞ്ഞാലും മറ്റേ അറ്റത്ത് എത്താൻ പോണില്ല അല്ലെ, ഭൂമിയുടെ മറ്റേ അറ്റത്ത് എത്താൻ പോണില്ല. അപ്പൊ ഭഗവാന് തെറ്റുപറ്റിയോ? ഭഗവാന് തെറ്റ് പറ്റില്ലല്ലോ, പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് നെറ്റി ഒളിച്ച് അകത്ത് പോയത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് നീ അങ്ങ് വന്നത്. ഗരുഡനോട് പറയാം, അങ്ങ് വന്നു ഭഗവാന്റെ ലീലയില് ഭാഗഭാക്കായിക്കൊണ്ട് ഒരു നിയോഗമായിട്ട് അങ്ങ് വന്നു, കൊണ്ടുപോയി ആ സ്ഥലത്തെത്തി. ഭഗവാൻ ഒരിക്കലും തെറ്റുപറ്റില്ല, എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കുള്ളൂ, വിധിച്ച പോലെ തന്നെ നടക്കുള്ളൂ. അങ്ങ് വന്നു കൊണ്ടുപോയി അപ്പുറത്തെത്തി. കറക്റ്റ് അതിന്റെ കഥ കഴിഞ്ഞു. ആ സമയത്ത് അതിനെ അവിടെ എത്തിച്ചു. അപ്പൊ അങ്ങ് ഭഗവാന്റെ നിമിത്ത മാത്രം ഭവസവ്യസാചി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മളൊക്കെ ഭഗവാന്റെ അഹങ്കാരം, അഹം എന്നുള്ള ഭാവം, ഞാൻ ചെയ്തു, ഗരുഡമേരി ഞാൻ കൊണ്ടുപോയി ഇരുത്തി. ഇതാരാണ്? ഭഗവാന്റെ ലീലയില് നമ്മളെല്ലാവരും ഭാഗഭാക്കുകളാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ വിധിച്ച പോലെ ഉള്ളൂ. ഭഗവാൻ വിചാരിച്ചത് നമ്മൾ ഭഗവാന്റെ കയ്യിൽ ഓരോ ഉപകരണങ്ങൾ മാത്രം. അപ്പൊ ഞാൻ എന്നുള്ള ആ ഭാവം, എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നെ ആ ഉപകരണമായിട്ട് ഉപയോഗിച്ചു അവരെ സഹായിക്കാം അല്ലേ. ബലം, എന്റെ ശക്തി കൊണ്ട് ഞാൻ ഇത് ചെയ്തു അല്ലെ. ദർപ്പം, എന്ത് നേടിയാലും എന്റെ അഹങ്കാരം, എന്റെ ബലം, എന്റെ ഗർവ് ഉണ്ടാകും, ദർപ്പം അല്ലെ. അതിന്റെ പുറകെ എന്ത് വരുന്നു? കാമം, ക്രോധം, ആഗ്രഹങ്ങള്, ക്രോധം, ദേഷ്യം, ഇതെല്ലാം ഇതിന്റെ പുറകെ വരികയാണ് ഒന്നൊന്നായിട്ട്. എന്തിന്? നിശ്ചയമായി ആത്മസാക്ഷാത്കാരം നേടി. എന്താണ് ഇതിൽ നിന്നുമെല്ലാം? ഇനി ദോഷങ്ങൾ ഒഴിഞ്ഞ് തെറ്റായ
അതീശത്വ ബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും, അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞവന് മാത്രമേ വിമുച്യ നിർമ്മമശാന്തോ, ഇതിൽ നിന്നുമെല്ലാം മോചിതനായവനാണ് എന്താ ബ്രഹ്മഭൂയായ കൽപ്പതേ, ആ ബ്രഹ്മഭൂത സ്ഥാനത്ത് സ്ഥിതിയിൽ ആ ഉയർന്ന ഒരു ജീവിത രീതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും, ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് അഹങ്കാരം തോന്നും. അപ്പൊ എന്താണ് നമ്മൾ വിചാരിക്കുക? എന്താ വിചാരിക്കേണ്ടത്? ചിലപ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് അല്ലെ പലതും, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്? അഹങ്കാരം കൂടുമ്പോൾ ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒന്നും ആരും വിചാരിക്കുക ഇതെന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഈ കോസ്മിക് ജേണി, എൻ്റെ ഈ എന്താ പറയണേ പ്രപഞ്ച യാത്രയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് അല്ലേ? എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, കോടാനുകോടി ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു, ഇനി കോടാനുകോടി ജന്മങ്ങൾ എടുക്കാനും ഇരിക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് എൻ്റെ ഈ പ്രപഞ്ച യാത്രയിൽ, എൻ്റെ ഈ കോസ്മിക് ജേണിയിൽ, എൻ്റെ ഈ പ്രപഞ്ച ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. എത്ര കാലം നമ്മൾ ജീവിക്കും അല്ലേ? 100 വയസ്സ് വരെ മാക്സിമം. അത് എത്ര പേര് ജീവിക്കുന്നുണ്ട്? 60, 70, 80, 90 ഒക്കെ വയസ്സ് വരെ ഉള്ളൂ. അപ്പൊ ഇത് കോടാനുകോടി ജന്മങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മൾ ഈ കടന്നുകൊണ്ട് ഇത്ര വലിയ അഹങ്കാരവും ബലവും ഒക്കെ പിടിക്കുന്നത് അല്ലെ? പിന്നെ ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മഭൂത സ്റ്റേജില് ഈ അവ്യക്തവാദികൾക്കുണ്ടല്ലോ ഈ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക എന്നുള്ളത് ആണ് അവർ ഇതുകൊണ്ടിട്ട് സങ്കല്പിക്കുന്നത്, പറയുന്നത്. ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക. ഭക്തന്മാർ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. ഭക്തന്മാർ എന്താ വിചാരിക്കുന്നത്? ഭക്തന്മാർക്ക് ഭഗവത് സേവനമാണ് അവർക്ക് വേണ്ടത്. ബ്രഹ്മത്തിനും അപ്പുറം ഉള്ള വൈകുണ്ഠ ലോകങ്ങളിലെത്തി അതിന്റെയും ഏറ്റവും മുകളിലത്തെ ശ്രേണിയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്താണത്? ഗോലോക വൃന്ദാവനത്തില് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഭക്തന്റെ ഉദ്ദേശം. അതേസമയം അവ്യക്തവാദികൾക്ക്, ശൂന്യവാദികൾക്ക് അവർക്ക് ബ്രഹ്മത്തില് ലയിച്ചു ചേരുക എന്നുള്ളതാണ് അല്ലെ? നമ്മളും ഭഗവാനും ഒന്ന് തന്നെ, നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? അളവ് കൊണ്ട് വ്യത്യസ്തമാണ്. നമ്മള് അണു, ഭഗവാൻ വിഭു. ക്വാളിറ്റി വൈസ് നമ്മൾ ഗുണം കൊണ്ട് ഒന്ന് തന്നെ, സച്ചിത് ആനന്ദ സ്വരൂപികളാണ് അല്ലെ? നമ്മൾ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവാനെ സേവിക്കുക. നമ്മുടെ കൈയും കാലും നാക്കും മുഖവും ഒക്കെ ശരീരത്തെ സേവിക്കുന്നത് പോലെ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവത് സേവനമാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മഭൂത സ്റ്റേജിന്റെ അപ്പുറത്ത് മുകളില് ഭക്തൻ എന്താ വേണ്ടത്? ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകം, ചൈതന്യ മഹാപ്രഭു പറഞ്ഞതും അത് തന്നെയാണ്. എന്താണ്? നമ്മൾ ജീവിക്കുന്നിടം, നമ്മൾ കഴിയുന്നിടം വൈകുണ്ഠമാക്കുക, ഭഗവത് സേവനത്തോ. അങ്ങനെ നമ്മൾ സേവിക്കും, നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലായിടത്തും ഭഗവാനെ കാണുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജീവിക്കുന്ന ഇടം നമുക്ക് വൈകുണ്ഠമാക്കി മാറ്റാൻ പറ്റും. അതാണ് ചൈതന്യ മഹാപ്രഭു പ്രചരിപ്പിച്ചതും അത് തന്നെയാണ്. ഭക്തിയുത സേവനത്തിലൂടെ, ഹരിനാമ ജപത്തിലൂടെ നമ്മൾ താമസിക്കുന്നിടം, നമ്മൾ വസിക്കുന്ന ഇടം വൃന്ദാവനമാക്കി തീർക്കാം. പഴയ ഒരു പാട്ടില്ലേ, ഒരു സിനിമാ പാട്ട്, ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്താണ്? പണ്ട് പഠിച്ചിരുന്ന കാലത്ത് കേട്ടേക്കണ, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഒരു പാട്ട് പണ്ട് സിനിമാ പാട്ടായിരുന്നു പണ്ടത്തെ അല്ലേ? അപ്പൊ നമ്മൾ ജീവിക്കുന്നതാണ് നമ്മള് വൃന്ദാവനമാക്കാൻ ശ്രമിക്കുക. എങ്ങനെ? ഭഗവത് ഭക്തിയുത സേവനത്തിലൂടെ നമ്മൾ എല്ലാത്തിലും നമ്മള് ഭഗവാനെ കണ്ടുകൊണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്താണ്? ഞാൻ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കാക്ഷിക്കുന്നില്ല. എനിക്ക് ന കാക്ഷതി, ഞാൻ ഇതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പൊ എനിക്കെല്ലാം ഒരുപോലെയാണ്. അത് ഇതിനകത്താണ്, അത് 54-ലാണ്. വായിക്കാം. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാക്ഷതി സമസർവേഷു ഭൂതേഷു മൽഭക്തിം ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവർ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ എവിടെയാണ് സിദ്ധിച്ച് പരമാനന്ദം ഭവിക്കുന്നത്? അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ്. എല്ലാവരും അയാൾക്ക് ഒരുപോലെയാണ്. എല്ലാവരും കാടിന്റെ നടുക്കും വീടിന്റെ നടുക്കും കൊട്ടാരത്തിന്റെ ഉള്ളിലും ഒരുപോലെയാണ്. അങ്ങനെയുള്ള വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഒന്നും ന കാംക്ഷതി
ന ശോചതി ന കാംക്ഷതി, ദുഃഖിക്കുന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്നും പ്രത്യേകിച്ച് വേറൊന്നും ആവശ്യമില്ല, അല്ലെ? പിന്നെ 55 ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്താ ഇവിടെ പറയണത്? ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം? ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയുള്ളൂ. വേറെ എന്തെല്ലാം ചെയ്താലും നമ്മൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഭക്തിയുത സേവനം, അമ്പലത്തിൽ പോകുന്നു, ഇതെല്ലാം നല്ലത് തന്നെ. ഇത് എവിടേക്കാ എത്തിക്കണേ? ആ ഭഗവത് സേവന, ആ പ്രേമം നമ്മുടെ ഉള്ളിൽ എത്തിക്കണം. ആ ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തി എന്നുള്ളത് വളർത്തിയെടുക്കണം. അതുകൊണ്ട് മാത്രമേ ഭക്തിയുത സേവനം കൊണ്ട് എവിടെ എന്ത് കണ്ടാലും അത് ഭഗവാന് വേണ്ടി, എന്നെ എവിടെ എത്തിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാനാണ്. അപ്പൊ ആ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ എന്നെ, അല്ലാണ്ട് തപസ്സുകളും ദാനങ്ങളും യജ്ഞങ്ങളും ഇതെല്ലാം നല്ലത് തന്നെ, ചീത്ത എന്നല്ല പറഞ്ഞേ. പക്ഷെ ഭഗവാനെ അറിയണമെങ്കിൽ, ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വേണം? ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ സിദ്ധിക്കുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ കൃഷ്ണൻ തന്നെ പറയാണ്, അല്ലെ? ഭൗതിക സങ്കല്പങ്ങള് ഒഴിഞ്ഞ് ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിയ ശേഷം ഭഗവാനെ പറ്റി ശ്രവിക്കുന്നതോടെ എന്ത് പറ്റുന്നു? ഭക്തിയുത സേവനം ആരംഭിക്കുന്നു. ഓക്കെ. അപ്പൊ ഭക്തി എന്ന് പറയണത്, നമ്മൾ മുക്തിയെ പറ്റി ഇവിടെ പറയുമ്പോൾ ഭക്തി എന്ന്, എന്താ മുക്തി? മുക്തി പരമപദം ലഭിക്കണം. എന്താ മുക്തി? എന്താ മുക്തി എന്ന് പറയണത്? ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള മിഥ്യാഭാവങ്ങൾ മാറുമ്പോൾ, ഭൗതിക ജീവിതത്തിലെ ഈ മിഥ്യ ആഗ്രഹങ്ങളും പലതും ഇതൊക്കെ വരില്ലേ, അത് കഴിയുമ്പോൾ, അതിൽ നിന്ന് നമ്മൾ മോചിതരാകുമ്പോ നമ്മള് മുക്തി എന്ന് പറഞ്ഞു. പക്ഷെ മുക്തിയുടെ ആരാണ്? ഭക്തിയുടെ ബാല്യക്കാരിയാണ് മുക്തി എന്ന് പറഞ്ഞു. ഭക്തിയുടെ ബാല്യക്കാരിയാണ് മുക്തി എന്നാണ് പറയണത്. അപ്പൊ ഭക്തിയുത സേവനം ഏറ്റവും വലിയ ശ്രേണി എന്ന് പറയണത് ഭക്തി തന്നെയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയും ഉള്ളൂ. ഇനി 56 57 വായിക്കാട്ടോ. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏത് തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കുന്നു. ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ വേണം ഭഗവാൻ തന്നെ നമ്മളെ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിൽ എത്താൻ സാധിക്കുള്ളൂ. 57 ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കുക, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധം നിനക്ക് ഉണ്ടായിരിക്കും. ഭഗവാൻ ഇവിടെ പറയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ്, എന്താ ഭഗവാൻ ഇവിടെ പറയണേ? അനശ്വര ശാശ്വതമായിട്ടുള്ള എന്റെ ധാമം പ്രാപിക്കണമെങ്കിൽ ഭഗവാൻ ഭക്തി തന്നെ വേണം. പിന്നെ സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കുക. എല്ലാം എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഭഗവാനെ എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തില് എന്നെ പൂർണ്ണമായിട്ടും ഏർപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? പൂർണ്ണമായിട്ടുള്ള ബോധം, എന്നെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ 58 59 വായിക്കാം. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാ തരിഷ്യസി അഥ ചേത്വം അഹങ്കാര നശ്രോഷ്യസി വിനങ്ക്ഷതി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ ഭഗവാനെ അനുസരിച്ചില്ലെങ്കിൽ എന്താ പറ്റും? നാശമാണ്. അത് തന്നെ 59 പറയണം. യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതി സ്വാം നിയോക്ഷ്യതി. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴി പിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവ പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അത് ഭഗവാൻ ആദ്യത്തെ 2-ാം അധ്യായത്തിൽ പറഞ്ഞ, നീ ചെയ്തില്ലെങ്കിൽ നീ ചെയ്ത് നിന്റെ പ്രകൃതം അനുസരിച്ച് നീ യുദ്ധം ചെയ്തേ, നീ ഒരു ക്ഷത്രിയനാണ് അല്ലെ, യുദ്ധം ചെയ്തേ മതിയാവും. ഇത് ഭഗവാൻ ഭീഷണിപ്പെടുത്തോ പേടിപ്പിക്കോ വേണ്ടിയിട്ട് ഒന്നും പറയാല്ല. അതല്ലെങ്കിൽ നീ വഴിപഴിച്ചു പോകുമെന്ന് പറയണത് ശപിക്കോ അല്ലെങ്കിൽ ദോഷം വരാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തോ അല്ലെങ്കിൽ പേടിപ്പിക്കോ ഒന്നുമല്ല.
എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭഗവത്ഗീതയില് ഇന്നത് ചെയ്താൽ സ്വർഗം, ഇന്നത് ചെയ്താൽ നരകം എന്നൊന്നും പറയുന്നില്ല. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് തരികയാണ്. ഭഗവാൻ അർജുനൻ നാശം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടല്ലോ, പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലയോ എന്ന് എനിക്കുണ്ട്. എന്നോട് പലരും പറയാറുണ്ട് ഭഗവത്ഗീത ഇതിനൊക്കെ അഗൻസ്റ്റ് ആയിട്ട് ഓരോരുത്തർ വാദിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത്. പലരും എനിക്ക് അനുഭവം ഉള്ളതാ. അപ്പം ഭഗവത്ഗീതയെ പറ്റി പറയുമ്പോൾ ഭഗവാൻ എവിടെയാ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കേൾക്കണം എന്ന് പറഞ്ഞേക്കണത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞേക്കണ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ ഉചിതം പോലെ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ വേണ്ടത് ചെയ്യൂ. ഏതാണ്? നീ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യാൻ പോണ 63ാമത്തെ ശ്ലോകമാണ്. അത് എന്താണ്? ട്വിസ്റ്റ് ചെയ്ത് കെട്ടുപിണച്ച് ഇതിനകത്ത് വേറൊരു അർത്ഥം ഉണ്ടാക്കി ആൾക്കാർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യൂ, 18ാം അധ്യായത്തിലെ 58ഉം 59ഉം 59ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ മനസ്സിലാവും ഞാൻ പറയണത് കേൾക്കണോ വേണ്ടയോ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ എന്താ ഇവിടെ പറയണേ? എന്റെ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ എന്താ? യുദ്ധം ചെയ്യൂ. എന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ ചെയ്തില്ലെങ്കിൽ നിനക്ക് നാശമാണ് സംഭവിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു. പണ്ടൊരു പ്രൊഫസർ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കാം. അന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പിള്ളേർ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് പരീക്ഷയുടെ കാര്യങ്ങളും അതുമൊക്കെ. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്. അതുമാതിരി നമ്മൾ അച്ഛനമ്മമാരെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ജോലിയായി അവർ നമ്മളെ വിട്ടവർ വേറെ സ്ഥലത്ത് ഇതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ, ഇന്നത് നല്ലത് ഇന്നത് ചെയ്താൽ കേട്ടാൽ നല്ലത്. നമുക്ക് അവർക്ക് കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് അടിച്ച് പറഞ്ഞാൽ കേൾപ്പിക്കാം, നമ്മുടെ നിയന്ത്രണത്തിലുള്ളപ്പോൾ. നമ്മുടെ നിയന്ത്രണം വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ അടിച്ചു കേൾപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇതാണ് നല്ലത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറഞ്ഞു തരികയാണ് അല്ലേ. കേട്ടാൽ നല്ലത്. കാരണം എന്താ? നമ്മൾ അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് അനുസരിക്കുമ്പോൾ എന്ത് പറ്റും അല്ലെ? ഒരാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിന്റെ ലാഭമുണ്ട്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അപ്പൊ ഉള്ളവർ പറഞ്ഞു തരുമ്പോൾ നമുക്കത് നന്മ വരുള്ളൂ, നമുക്ക് അതൊന്നും ഗുണമാണല്ലേ. അതായത് ഇത് എന്താണ്? ആരാണ്? സാക്ഷാൽ ഭഗവാനാണ് അല്ലേ, ഈ പ്രപഞ്ച സൃഷ്ടാവ് സാക്ഷാൽ ഭഗവാനാണ് ഇവിടെ പറയണത്. ഞാൻ പറയണ മാതിരി നീ കേൾക്കൂ, അല്ലെങ്കിൽ നിനക്ക് നാശമായിരിക്കും. പലരും എന്നോട് തർക്കിക്കുമ്പോൾ ഞാൻ പറയണത് വായിച്ചു നോക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കേൾക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യൂ. ഇഷ്ടമുള്ള മാതിരി ചെയ്താൽ നാശമായിരിക്കും ഫലം എന്നേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയണ മാതിരി കേട്ടാൽ നിനക്ക് തീർച്ചയായിട്ടും നിനക്ക് നന്മയെ വരുള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെ അഹങ്കാരം കൊണ്ട് എന്താ? നമുക്ക് ഭഗവാന്റെ ആ ശബ്ദത്തെ നമുക്ക് ധിക്കരിക്കാനാണ് നമുക്ക് എന്താണ് ഒരു പ്രേരണ. നമുക്കത് കേൾക്കാൻ നമുക്ക് അത്രയ്ക്കൊരു ഇതില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സ് നമ്മളെങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് അല്ലെ. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാം. എന്ത് വന്നാലും ഇവിടെ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് എന്താണ്? എന്ത് വന്നാലും എന്താണെങ്കിലും നല്ലതും ചീത്തയും ഒരുപോലെ ഭഗവാന്റെ അനുഗ്രഹം അനുസരിച്ച് നമ്മൾ ഭഗവാന്റെ കാരുണ്യം അനുസരിച്ച് അത് കേൾക്കുക, അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കുക. എല്ലാം ഒരുപോലെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് നന്മയെ ചെയ്യുള്ളൂ. അതിനെല്ലാത്തിനും വേണ്ടത് ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 60ാമത്തെയും കൂടെ വായിക്കാം. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോഭിതാത്. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. നീ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല, പക്ഷെ നിനക്ക് അത് തന്നെ വീണ്ടും നിനക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഭഗവാൻ പറയാണ്. പ്രവർത്തിച്ചേ മതിയാവൂ അല്ലെ. ഈ മൂന്ന് ഗുണങ്ങൾക്ക് വിധേയരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. ആ 3 ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും. ഭഗവത് വാക്ക് കേട്ടിട്ട് നമ്മൾ അത് പ്രവർത്തിച്ചാൽ എന്താ? നമുക്ക് പൂർണ്ണത നേടാം എന്ന് ഭഗവാൻ പറയണം അല്ലെ. അപ്പൊ ഇനി എന്താണ്? എങ്ങനെ അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർത്തവ്യം. എങ്ങനെ ഭഗവാനെ സ്മരിക്കണം? എന്താണ് ഭഗവാന്റെ അവസാനത്തെ വാക്ക്? അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയണത്. അപ്പൊ അത് നമുക്ക് കേൾക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്ത് എന്താ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു. അത് എല്ലാത്തിലും പിന്നെയും തുടർച്ചയായിട്ട് പറയുന്നത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാനെ സ്മരിച്ച് എന്താണ് പ്രവർത്തിക്കുക എന്നാണ്. ഭക്തിയുത സേവനത്തിന്റെ ആദ്യത്തെ പടിയാണ് എന്ത്? നാമജപം. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തും. ഒരു കുഞ്ഞു കഥ, സമയം കഴിഞ്ഞാൽ നല്ലൊരു കുഞ്ഞു തമാശ കഥയാണ് കേട്ടോ. ഇവിടെ കേട്ടൊരു തമാശ കഥ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ട് അത് നിർത്താം. ഒരിക്കലും ഒരു രാജാവ് ഒരിടത്ത്
പറയണ്ടായി. ഇതൊക്കെ വായിച്ചിട്ടായിരിക്കാം, ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടായിരിക്കാം ഇങ്ങനെ എല്ലാം രണ്ടും ഒരുപോലെ ആയിട്ടുള്ള ആരെങ്കിലും ലോകത്തുണ്ടോ അങ്ങനെ സുഖവും ദുഃഖവും നലവും പണം കണ്ട് ഇതിനകത്ത് ധനവും ധനമില്ലായ്മ എല്ലാം ഒരുപോലെ കണ്ട ആരെങ്കിലും അങ്ങനെ ഒരാളെ എനിക്ക് കാണണം എന്ന് മന്ത്രിയോട് പറയും. മന്ത്രി എവിടെ പോയി അന്വേഷിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ ലോകത്തുണ്ടോ എന്ന് മന്ത്രി വിചാരിക്കും. അവസാനം പോയിട്ടൊരു കള്ളൻ, പെരുങ്കള്ളനെ കണ്ടുപിടിക്കും, കാണും. അയാൾ കാശിന് വേണ്ടി എന്തും ചെയ്യും. അയാളെ പിടിച്ച് വേഷം കെട്ടി ഒരു സന്യാസിയൊക്കെ ആയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തും. എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കും രാജാവ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്ത് പറഞ്ഞാലും പണം തന്നാലും എടുക്കരുത്, എന്ത് പറഞ്ഞാലും എല്ലാം ഒരു ഇതുപോലെ എല്ലാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം ഒരുപോലെ കൈവരിക്കുന്ന പോലെ ഒക്കെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൊണ്ടുവന്ന് ഒരു മരത്തിന്റെ ചോട്ടിലിട്ട് ഇരുത്തിയിട്ട് രാജാവ്, എന്നിട്ട് അത് കഴിഞ്ഞ് നിനക്ക് രാജാവ് സമ്മാനം തരും. ആ സമ്മാനത്തിന് 50% എനിക്ക്, 50% നീ എടുത്തുകൊണ്ട് പൊക്കോ, പകുതി എനിക്കാണ്, ഞാനാ നിന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കണേന്ന്. ശരിയെന്ന് കള്ളം പറഞ്ഞ് കള്ളനൊക്കെ വേഷം കെട്ടി അവിടെ ഇരിക്കുമ്പോൾ രാജാവിനെ കൊണ്ടുവരും. രാജാവ് വരും, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു, ഇന്നൊരു മരത്തിന്റെ അടിയിൽ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ രാജാവ് വരും. രാജാവിനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ രാജാവ് വലിയ കണ്ട് ആ കള്ളന്റെ കാലൊക്കെ തൊട്ട് നമസ്കരിക്കും. വലിയ ഉപഹാരങ്ങളൊക്കെ മുമ്പിൽ വെക്കും, കുറെ സ്വർണവും അതും ഇതും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ. ഇയാള് കള്ളൻ കൊണ്ടുപോ വേണ്ട, അഭിനയിക്കാനല്ലേ പറയുന്നത്, അഭിനയിക്കാൻ ഇങ്ങനെ ഒന്നും നല്ലതും ചീത്തയും ഒക്കെ ഒരുപോലെ എന്നുള്ള ഒന്നിലും താല്പര്യമില്ല എന്നുള്ള മട്ടിൽ, ഇതൊന്നും എനിക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിതില്ല എന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇയാളുടെ അടുത്ത് കുറെ നേരമൊക്കെ ഇരുന്ന് നമസ്കരിച്ച് രാജാവ് വന്നു. രാജാവിന്റെ പട്ടാളക്കാരും എല്ലാവരും ഇദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് നമസ്കരിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്ന് വണങ്ങി. അത് കഴിഞ്ഞ് രാജാവ് തിരിച്ച് കൊട്ടാരത്തിൽ പോകുമ്പോൾ മന്ത്രി വരും ഇയാളുടെ അടുത്തേക്ക്. എടുക്ക് പൈസ എന്നു പകുതി അയാൾ പിന്നെ കൊണ്ടുപോകുന്നു പറയും. എവിടെ കൊണ്ടുപോകാൻ, കഴിഞ്ഞു, രാജാവൊക്കെ പോയി എല്ലാം കഴിഞ്ഞു, ഇനിയുള്ളത് നമുക്ക് പങ്കുവെക്കാം, പകുതി നീ പകുതി എടുത്തോണ്ട് കൊണ്ടുപോ. നീ എന്തീ പറഞ്ഞ, നിനക്ക് വട്ടായോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ അഭിനയിച്ചപ്പോ കുറച്ചു നേരം ഇങ്ങനെ അഭിനയിച്ചപ്പോ വലിയൊരു തത്വജ്ഞാനിയായിട്ട് എല്ലാം എനിക്കൊന്നും വേണ്ട, ഈ ഭൗതിക സുഖങ്ങളോടുള്ള ഇതൊന്നും എനിക്ക് ഇല്ല എന്ന് ഞാൻ അഭിനയിച്ചപ്പോ ഈ രാജ്യത്തെ രാജാവ് വരെ വന്ന് എന്റെ കാക്കല് നമസ്കരിച്ചു. അപ്പൊ ഞാൻ അഭിനയിച്ചപ്പോ അപ്പൊ ഞാൻ ശരിക്കും അങ്ങനെ ആണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, ഏതൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തില് എന്ന് ഞാനത് മനസ്സിലാക്കി എന്നത് പറയാം. അഭിനയിച്ചപ്പോ ഇത്രയും, അപ്പൊ ശരിക്കും അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ. അപ്പൊ എനിക്കിത് വേണ്ട, നീ കൊണ്ടുപോ, ഞാൻ ഇനി ഒന്നിലുമില്ല, എനിക്ക് ഒന്നും ആവശ്യമില്ല. അതുമാതിരി അയാൾ ഇത്ര നേരം അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അഭിനയിച്ചപ്പോൾ അയാൾക്ക് അത് മനസ്സിലായി. അതുമാതിരി നമ്മൾ കുറച്ചു നേരമെങ്കിലും നമ്മൾ ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ മാതിരി അതിനകത്ത് സത്യസന്ധത പുലർത്താൻ പറ്റില്ലായിരിക്കും. എങ്കിലും നമ്മളൊരു കുറച്ചു നേരം എടുത്ത് നാമം ജപിക്കാൻ മനസ്സും വല്ലയിടത്ത് പോകും. ഈ പറഞ്ഞ മാതിരി വേണ്ടാതിനൊക്കെ ആയിരിക്കും തലയിൽ. എന്നിരുന്നാലും നമ്മൾ കുറച്ച് ഭഗവാൻ നമസ്കരിച്ച് നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് പതുക്കെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി ഭഗവാൻ എന്താ പറഞ്ഞ അവസാനിപ്പിക്കണേ എന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. എനിക്ക് അറിയില്ല എത്രത്തോളം എനിക്ക് നീതി പുലർത്താൻ പറ്റിയെന്ന്, എനിക്ക് അറിയില്ല. സ്പീഡും ഇതുമൊക്കെ കൂടിയിട്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ നിർത്താം നമുക്ക്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും, എന്നെ സഹിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി, നമസ്കാരം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ആവാം കേട്ടോ. ഹരേ കൃഷ്ണ. മാതാജി, ഓവർ ടു യു. അസീമ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഓരോ ശ്ലോകവും വളരെ നന്നായിട്ട് തന്നെ മാതാജി സഹിതം പറഞ്ഞു തന്നു. മാതാജിയുടെ അവസാനത്തെ ആ സ്റ്റോറിയും വളരെ നന്നായിരുന്നു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. Tap water from treated source. Availability of within premises. Main source of lighting, electricity. മാതാജി എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു തന്നു. അതിനിടയ്ക്ക് കുറച്ച് കഥകളൊക്കെ ഉൾപ്പെടുത്തി. വളരെ മനോഹരമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഇനി ഇതുപോലെ മാതാജിയുടെ ക്ലാസ്സുകൾക്കായിട്ട് കാത്തിരിക്കുന്നു. താങ്ക് യു മാതാജി. മാതാജി ഇപ്പൊ പറഞ്ഞ മാതിരി അങ്ങനെ കേൾക്കാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഭഗവാന്റെ ഒരു കാരുണ്യം എന്നെ ഉപകരണമായിട്ട് ഇരുത്തി എന്നെ കേൾപ്പിക്കാൻ അത്രേ പറയാനാവുള്ളൂ.
താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. കൃഷ്ണ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി ഇന്ന് മഹാമന്ത്ര ജപവും വളരെ ഭംഗിയായി ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് ശ്രീ രാധാശക്തി ദേവിദാസി മാതാജിക്ക് ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനേ ഹിരണ്യകശിപോർവക്ഷഃ ഷിളഡംഗനഖായേ ഇതോ നസിംഹ പരതോ നസിംഹ യതോ യതോ യാമി തതോ നസിംഹ ബഹിർനസിംഹോ ഹൃദയേ നസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖം അദ്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് നിത്തായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്തായ് ഗൗര ഹരി ബോൾ. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 29-ാം തീയതി തിങ്കളാഴ്ച കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരേ കൃഷ്ണ.